ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ കാവേരി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇരിക്കുക. തൊട്ടടുത്ത് തന്നെ ഗംഗ അവൾക്ക് വേണ്ടതൊക്കെ എടുത്തു കൊടുത്തുകൊണ്ട് അടുത്തുണ്ട് കേട്ടോ. എടി, ഇപ്പം തന്നെ ഒരുപാട് സമയം പോയി, ഇനി നീ റിസോർട്ടിൽ ചെല്ലുമ്പം ആ രാജേശ്വരി ആൻറ്റി നിന്നെ വറുത്തു കോരും. അപ്പം കാവേരി പറയും, ആ ജോലി അങ്ങ് പോയാൽ പോട്ടെ എൻ്റെ ഗംഗേച്ചി എന്ന് പറയാൻ എളുപ്പമാടി. എൻ്റെ തൊഴിൽ അത് കിട്ടിയാൽ കിട്ടി എന്നുള്ള അവസ്ഥയാണ്. അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് ഈ വീട്ടുചെലവ് നടന്നു പോകും. പക്ഷേ അതുമാത്രം പോരല്ലോ, യമുനയുടെയും നിലയുടെയും വിദ്യാഭ്യാസം, അതിനുള്ള കാശ് അതിൽ നിന്ന് കിട്ടില്ല. നിന്റെ ഈ ജോലിയാ ഇപ്പം നമുക്കുള്ള ആകെ പിടിവിള്ളി. 20,000 രൂപയാണെങ്കിലും അത് നമ്മളെ സംബന്ധിച്ച് വലിയൊരു തുകയാണ് എന്ന് ഗംഗ പറയാണ്. അതുകൊണ്ട് ഉള്ള ജോലി നീ കളയരുത്, അത് നമുക്കിപ്പോൾ ഒരു പിടിവള്ളിയാ എന്ന് വീണ്ടും പറയാണ് കേട്ടോ. അപ്പം ഗംഗ ഓരോന്നൊക്കെ പറയുമ്പം കാവേരിക്ക് ഗംഗയുടെ സത്യങ്ങൾ പറഞ്ഞാലോ എന്ന് തോന്നുക. ഇനിയിപ്പം ഹോം സ്റ്റേ ആയിട്ട് മുന്നോട്ട് പോകാനൊന്നും അമ്മ ഉടനെ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. ഇപ്പോഴും അമ്മയുടെ കലി അടങ്ങിയിട്ടില്ല എന്ന് പറയാം. അത് ഗംഗേച്ചി, എനിക്ക് ചേച്ചിയോട് ഒരു കാര്യം പറയാനുണ്ട്. നിനക്ക് ഞാൻ ചമ്മന്തി എടുക്കാൻ മറന്നുപോയി എന്ന് പറഞ്ഞ് ഗംഗ അടുക്കളയ്ക്ക് പോകട്ടോ. പെട്ടെന്ന് ശാരദ അങ്ങോട്ട് വരിക. എഴുന്നേറ്റോ മഹാറാണി? അല്ല, ഇനി എൻ്റെ മോക്ക് കോടീശ്വരിയാകാനുള്ള പുതിയ ഐഡിയകൾ വല്ലതും തലയിലുണ്ടായോ എന്ന് ചോദിക്കുക. അപ്പോൾ കാവേരി അതിനൊന്നും മറുപടി പറയുന്നില്ല കേട്ടോ. അവൾക്ക് കാശുകാരി ആവണം. വല്ലവരും കിടന്ന് തുള്ളുന്ന കണ്ടിട്ട് അവൾ രാജേശ്വരിയെക്കാളും വലിയ കോടീശ്വരിയാകാൻ വേണ്ടിയിട്ട് റിസോർട്ട് തുടങ്ങാൻ ഇരിക്കുന്നവളല്ലേ. എന്നിട്ട് എന്തായിടി? ഇന്നലെ ആ വിനീത് വന്നതുകൊണ്ട് എൻ്റെ കൊച്ച് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ എൻ്റെ ഗംഗ അവളുടെ അവസ്ഥ എന്താകുമായിരുന്നു? പെണ്ണുങ്ങളായാലേ ഇത്രയ്ക്ക് അഹങ്കാരം പാടില്ല. ദേ കൊച്ചേ, ഇനി മേലാൽ ഇങ്ങനത്തെ ഐഡിയകളുമായിട്ട് വന്നാലുണ്ടല്ലോ നിന്റെ മുട്ടുകാലം ഞാൻ തല്ലി ഒടിക്കും. അവൾ ഓരോരോ ഐഡിയ ആയിട്ട് വരും വലിയ കാശുകാരിയാക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് കാശുകാരി ആയല്ലോ, ഇപ്പം എൻ്റെ കുഞ്ഞിൻ്റെ മാനം നഷ്ടപ്പെട്ടേനെ. ഈ ശാരദ ഇന്നേ വരെ അഭിമാനത്തോടെ അല്ലാതെ ജീവിച്ചിട്ടില്ല. ജീവിതത്തിലെ മനുഷ്യന് വേണ്ടത് അഭിമാനമാണ്. അത് ഇന്നത്തോടു കൂടി നഷ്ടപ്പെട്ടേനെ. ഈ നാട്ടുകാരുടെ മുന്നിൽ ഞാൻ ഇനി എങ്ങനെ തല ഉയർത്തി നോക്കും? അത്രയ്ക്ക് കളങ്കമല്ലേ ഏറ്റിരിക്കുന്നത്. ഇതിപ്പം എല്ലാവരും അറിഞ്ഞു കാണും. നിനക്കിപ്പോൾ സമാധാനമായല്ലോ എന്നൊക്കെ കാവേരിയോട് പറയാണ്. അവളുടെ ഒരു ഹോം സ്റ്റേ, ഇത് മര്യാദയ്ക്ക് ജോലിക്ക് പോകാൻ നോക്കിക്കോ. നിനക്ക് കിട്ടുന്ന ആ വരുമാനമൊക്കെ മതി ഇവിടെ മുന്നോട്ട് പോകാനായിട്ട്. അപ്പം അവൾക്ക് കാശുകാരി ആയേ മതിയാവുള്ളൂ. ദയവ് ചെയ്ത് അമ്മയെ നീ വലിയ കോടീശ്വരി ആക്കാൻ നിൽക്കല്ലേ. അമ്മയ്ക്ക് ഇച്ചിരി മനസ്സമാധാനത്തോടെ ഒന്ന് ജീവിച്ചാൽ മതി. കുറച്ച് ആത്മാഭിമാനവും മിച്ചമുള്ളൂ. അതും ദയവ് ചെയ്ത് നഷ്ടപ്പെടുത്തരുത് എന്ന് പറയൂ കേട്ടോ. അപ്പോഴത്തേക്കും കാവേരി ഒന്നും മിണ്ടാതെ എഴുന്നേറ്റ് പോവാ. പെണ്ണെ, ആഹാരത്തോട് വേണ്ട നിന്റെ നിന്ദ, മര്യാദയ്ക്ക് ഇത് കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറയൂ കേട്ടോ. അപ്പോൾ കാവേരി അതിനൊന്നും മറുപടി പറയാതെ ഇറങ്ങി പോവാണേ. അപ്പോൾ ഗംഗ അങ്ങോട്ട് വരിക. അപ്പോൾ ഗംഗ വരുമ്പം ചോദിക്കും, കാവേരി എന്തി അമ്മേ? അവൾ കഴിക്കാതെ പോയോ? അവൾക്ക് അഹങ്കാരം. അവൾ എഴുന്നേറ്റങ്ങ് പോയി. കണ്ടില്ലേ, ഭക്ഷണം പോലും അവൾ കഴിച്ചില്ല. അമ്മ എന്തിനാ അമ്മ അവളോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? അവൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവൾക്ക് വേണ്ടി തന്നെയാണെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? ഹോം സ്റ്റേ തുടങ്ങിയത് നമുക്ക് അത്യാവശ്യം കാശിന് വേണ്ടിയിട്ടല്ലേ? ഹോം സ്റ്റേയിൽ നിന്ന് കിട്ടിയ വരുമാനം നമ്മൾ ഉപയോഗിച്ചു. അതിൽ നിന്ന് ഒരു മോശം അവസ്ഥ വന്നപ്പം അവളെ മാത്രം എന്തിനാ കുറ്റപ്പെടുത്തുന്നത്? ഈ കുടുംബത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് ആരാ? അവളല്ലേ. അവളുടെ വിദ്യാഭ്യാസത്തിനും അധ്വാനത്തിനുമുള്ള ശമ്പളം ആ റിസോർട്ടിൽ നിന്ന് കിട്ടുന്നുണ്ടോ? രാവിലെ ഇറങ്ങിപ്പോയാൽ അവൾ കയറി വരുന്നത് എപ്പോഴാ? രാത്രിയാ. അത്രയും സമയം അവിടെ കിടന്ന് അവൾ ജോലി ചെയ്യുക. അതിനാകെ കിട്ടുന്നതോ തുച്ഛമായ 20,000 രൂപ മാത്രം. അവളുടെ ആ അധ്വാനത്തിനുള്ള ശമ്പളമാണോ അത്? അമ്മയ്ക്കത് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുക. ഈ കുടുംബത്തിന് വേണ്ടിയാണ് അവൾ ഓരോന്നും ഈ ചെയ്യുന്നത്. എങ്ങനെയെങ്കിലും ആരുടെ മുന്നിലും തല കുനിക്കാതെ നമുക്ക് ജീവിച്ചു പോകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അമ്മ എന്തിനാ അവളെ മാത്രം ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്? ഇപ്പം ആഹാരം പോലും കഴിക്കാതെയല്ലേ അവൾ പോയത് എന്ന് പറയാൻ കേട്ടോ. അപ്പം ഗംഗ പറയുന്നത് കേൾക്കുമ്പം ശാരദയ്ക്ക് കുറ്റബോധം തോന്നുക. ഞാൻ പറഞ്ഞത് അല്പം കൂടിപ്പോയല്ലേ, എനിക്ക് സങ്കടം കൊണ്ട് പറഞ്ഞു പോയതാ. അമ്മേ, എല്ലാവർക്കും ഇല്ലേ സങ്കടം? ഇന്നലെ ഈ സംഭവിച്ചതിൽ ഏറ്റവും കൂടുതൽ വേദനിക്കേണ്ടത് ആരാ? ഞാനല്ലേ. എനിക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ, പിന്നെന്താ അമ്മയ്ക്ക് എന്നൊന്ന് ചോദിക്കുക. അത് നീ എൻ്റെ സ്ഥാനത്ത് വരണം. നാളെ അമ്മയാകുമ്പോഴേ എൻ്റെ വേവലാതി നിനക്ക് മനസ്സിലാകുള്ളൂ എന്ന് പറയാം. അമ്മയുടെ വേദനയും വിഷമവും ഒക്കെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അമ്മ പറയുന്നതൊന്നും ഞാൻ ധിക്കരിക്കാറുമില്ല. പക്ഷേ അവളെ ഇനിയും വേദനിപ്പിക്കില്ലേ അമ്മേ? അവൾ അറിഞ്ഞുകൊണ്ടാണോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? എല്ലാവർക്കും വേണ്ടിയല്ലേ ഓരോന്നും അവൾ ചെയ്തു കൂട്ടുന്നത്. അപ്പം അവളെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ കുറ്റപ്പെടുത്തുമ്പം അവളുടെ മനസ്സ് നൊന്തു പോവില്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പം ശാരദയ്ക്ക് പെട്ടെന്ന് സങ്കടം വരിക. അവൾ ആഹാരം കഴിക്കാതെ പോയത്. ഇനിയിപ്പോൾ ഉച്ചയ്ക്കും അവൾക്ക് വല്ലതും കിട്ടുമെന്ന് കണ്ടറിയണം. അവൾ നമ്മളുടെ മുന്നിൽ അവിടെ നല്ല ആഹാരം എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. അവൾ മിക്കവാറും കഴിക്കുന്ന പോലും ഉണ്ടാവില്ല. അയ്യോ എന്നപ്പോൾ ശാരദ പറയാ, എങ്കിൽ പിന്നെ രാജേശ്വരിയുടെ റിസോർട്ടിൽ അവൾക്ക് ഉച്ചയ്ക്കത്തുള്ള ആഹാരമായിട്ട് ഞാൻ പോകാം എന്ന് പറയാണ്. അത് ശരിയല്ലേ എന്ന് ഗംഗയോട് ചോദിക്കുക. അന്നാ അമ്മ അങ്ങനെ ചെയ്യുക. രാജേശ്വരി അവൾക്ക് ജോലി കൊടുത്തിട്ട് രാജേശ്വരിയെ കണ്ടൊരു നന്ദിയും പറയാൻ പറ്റിയിട്ടില്ല. അതും പറഞ്ഞു കളയാം എന്ന് പറയണേ.
ഇതേ സമയം നമ്മുടെ വിനീതാണെങ്കിൽ നിവിനെ ഫോൺ വിളിക്കാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ. ഗംഗയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചവർക്കെതിരെ പരാതിപ്പെടാനായിട്ടാണ് നമ്മുടെ നിവിനെ ഫോൺ വിളിക്കുന്നത്. അപ്പം നിവിനോട് കാര്യങ്ങളൊക്കെ അറിയാൻ എങ്ങനെയാണെന്ന് ചോദിച്ചറിയാൻ വേണ്ടിയിട്ട്. അപ്പം വിനീതാണെങ്കിൽ കാരുമായിട്ട് ആരെയോ ഫോൺ വിളിക്കുന്നത് പിന്നിൽ നിന്ന് നമ്മുടെ സുജാത ശ്രദ്ധിക്കുന്നുണ്ട്. ഇവനിത് ആരെയാണ് വിളിക്കുന്നത്? അപ്പോൾ പെട്ടെന്ന് നിവിൻ ഫോൺ എടുക്കുക. എന്താടാ ഈ രാവിലെ തന്നെ, നീ എന്താ വല്ല തിരക്കിലുമാണോ എന്ന് വിനീത് ചോദിക്കും. എൻ്റെ പൊന്നടാ, മനുഷ്യൻ രാവിലെ കിടന്ന് ഉറങ്ങുമ്പോൾ വിളിച്ചിട്ട് അവൻ ശല്യം ചെയ്യുന്നത്. ഞാനൊന്ന് ഉറങ്ങട്ടേടാ, ഈ പരപരാ വെളുത്തപ്പോൾ തന്നെ നിനക്ക് വിളിക്കാൻ കിട്ടിയോളോ എന്ന് ചോദിക്കുക. ഇതാണോടാ നിന്റെ നേരം പരപരാ വെളുത്തത്? സമയം 9 മണിയായി എന്ന് പറയാ. ഓ അത്രയല്ലേ ആയുള്ളൂ, ഇനിയുണ്ട്, എനിക്ക് ഒന്നുകൂടി ഉറങ്ങാനുള്ള സമയമുണ്ട് എന്ന് നിവിൻ പറയാം. എടാ എനിക്ക് അത്യാവശ്യമായിട്ട് നിന്നോടൊരു കാര്യം പറയണം. എന്താടാ കാര്യം? കാവേരിക്കോ എന്ന്. കാവേരി എന്നുള്ള പേര് കേൾക്കുമ്പോൾ നിവിൻ ചാടി എഴുന്നേക്കുക. കാവേരിക്ക് എന്തു പറ്റി? എടാ ഇന്നലെ കാവേരിയുടെ ഹോം സ്റ്റേയിൽ 3-4 ചെറുപ്പക്കാർ വന്നു. അവരവിടെ പ്രശ്നമുണ്ടാക്കി. പ്രശ്നമോ? എന്താ ഉണ്ടായത്? നീ എന്താണെന്ന് വെച്ചാൽ എന്നോട് പറ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ കാവേരി ഗംഗ എന്നൊക്കെ കേൾക്കുന്ന കാണുമ്പം സുജാത എന്താണ് വിനീത് പറയുന്നതെന്ന് കേൾക്കാനായിട്ട് പിന്നിൽ തന്നെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ നടന്ന കാര്യങ്ങളും ഗംഗയെ ഉപദ്രവിക്കാൻ ശ്രമിച്ച കാര്യങ്ങളും എല്ലാം പറയാനേ. അപ്പോൾ ഇതെല്ലാം കേട്ട് കഴിയുമ്പം നിവിന് നല്ല ദേഷ്യം വരിക. ഇത്രയൊക്കെ അവിടെ സംഭവിച്ചോ? എടാ അവരുടെ ഐഡൻറ്റിറ്റി കാർഡൊക്കെ ഇവർ മേടിച്ച് വെച്ചിട്ടില്ലായിരുന്നോ? ID പ്രൂഫും ഡീറ്റെയിൽസും ഒക്കെ അവരുടെ കയ്യിലുണ്ടോ എന്ന് നിവിൻ ചോദിക്കുക. എല്ലാം അവരുടെ കയ്യിലുണ്ടെന്നാണ് പറഞ്ഞേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പോലീസിൽ പരാതിപ്പെടാം. ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. ഇപ്പം അവിടെ ആ ഹോം സ്റ്റേയിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇനി മറ്റുള്ള ഹോം സ്റ്റേയിലും ഇത് സംഭവിക്കും. അത് ഇപ്പോഴേ തന്നെ നമ്മൾ മുളയിലെ അതുകൊണ്ട് പരാതിപ്പെടുക തന്നെ വേണം. നീയേ കടയിലേക്ക് വാ, ഞാൻ അങ്ങോട്ട് വന്നേക്കാം എന്ന് നിവിൻ പറയാൻ കേട്ടോ. പെട്ടെന്നാണ് ആസിഫ് ചായയായിട്ട് നിവിൻ്റെ റൂമിലേക്ക് വരുന്നത്. എടാ ആസി, നീ അറിഞ്ഞോ കാവേരിയുടെ ഹോം സ്റ്റേ ഇന്നലെ കുറേ മദ്യപാനികൾ ചെന്ന് പ്രശ്നമുണ്ടാക്കി. കാവേരിയുടെ ചേച്ചിയില്ലേ ആ മൂത്ത പെൺകുട്ടി ഗംഗ, അതിനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും കടത്തിക്കൊണ്ട് പോവുകയും ഒക്കെ ചെയ്തു. വിനീത് തക്ക സമയത്ത് ചെന്നതുകൊണ്ടാണ് ഒന്നും പറ്റാതിരുന്നത് എന്ന് പറയാം. എന്തായാലും അവർക്കെതിരെ പരാതിപ്പെടണം. ഇതിൻ്റെ പിന്നിൽ ആരൊക്കെയോ പ്രവർത്തിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ എങ്ങനെയാ ഇവന്മാർക്കൊക്കെ ഇത്ര ധൈര്യം വന്നത്? ആൺതുണിയില്ലാത്ത വീട്ടിൽ കയറി ഇങ്ങനെയൊക്കെ അതിക്രമം കാണിക്കാൻ അവന്മാർക്കുള്ള ധൈര്യമേ, അതൊക്കെ നമ്മൾ മുളയിലേന്നുള്ള എന്ന് നിവിനോട് ആസി പറയും. എടാ നിവി, നീ അത് വിട്ടുകളയാനോ? നമ്മുടെ നാട്ടിൽ ഇത്രയും വലിയ തെറ്റ് നടന്നിട്ട് അത് കണ്ണടിച്ച് ഇരുട്ടാക്കാനൊന്നും എന്നെ കിട്ടില്ല. നാളെ അത് നമ്മുടെ റിസോർട്ടിൽ നടക്കില്ലെന്ന് ആര് കണ്ടറിഞ്ഞു? ഇതിൻ്റെ പിന്നിൽ ആരൊക്കെ ഉണ്ടോ അവരൊക്കെ വെളിച്ചത്ത് കൊണ്ടുവരണം, എന്നാലേ എനിക്ക് സമാധാനം കിട്ടുള്ളൂ എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ കറങ്ങി തിരിഞ്ഞ് അത് രാജേശ്വരി ആൻറ്റിയുടെ തലയിൽ തന്നെ വരും. അമ്മയുടെ തലയിലോ? നീ എന്താ പറഞ്ഞത്? അവരെ കാവേരിയുടെ ഹോം സ്റ്റേയിലേക്ക് അയച്ചതേ രാജേശ്വരി ആൻറ്റിയാ എന്ന് പെട്ടെന്ന് ആസി പറയും. അമ്മയോ? അമ്മയ്ക്ക് ഇത്രയ്ക്കും വൈരാഗ്യം ഉണ്ടായിരുന്നു അവളോട്. അവർ ഇന്നലെ ഇവിടെ റൂം എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ മട്ടും ഭാവമൊക്കെ കണ്ടപ്പം ഇവിടെ റൂം ഞാൻ കൊടുത്തില്ല. അപ്പം രാജേശ്വരി മേഡം അവരെ ആ ഹോം സ്റ്റേയിലേക്ക് പറഞ്ഞയച്ചത്. ഇങ്ങനെ ഒരു ദുരനുഭവം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയായിരിക്കും ആൻറ്റി ഇങ്ങനെ പ്രവർത്തിച്ചതെന്ന് എനിക്ക് തോന്നുന്നത്. ഞാനിവിടെ ജോലി ചെയ്യുന്ന വെറും ഒരു സ്റ്റാഫാണ്. ആൻറ്റിയെ എതിർത്ത് എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് ആസി നിവിനോട് പറയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ നിവിന് തൻ്റെ അമ്മയെ ഓർത്ത് വളരെ ദേഷ്യം തോന്നുവാണ്. തൻ്റെ അമ്മ എത്ര നീചമായ പ്രവൃത്തിയാണ് ചെയ്യാൻ പോയിരിക്കുന്നത്, അമ്മ ഇത്രത്തോളം അധപ്പതിച്ചോ എന്നൊക്കെ നിവിന് തോന്നുവാണേ. അതേസമയം നമ്മുടെ രാജേശ്വരി റിസപ്ഷനിലേക്ക് പുതിയൊരു സ്റ്റാഫിനെ അപ്പോയിൻറ്റ് ചെയ്യാനായിട്ട് നോക്കുക. പുതിയതല്ല, നമ്മുടെ കാവേരിക്ക് മുന്നേ അവിടെ നിന്ന് ഒഴിവാക്കി വിട്ട സ്റ്റാഫാണ്. അതെ, ഇനി നീ ഇവിടെ മര്യാദയ്ക്കൊക്കെ ജോലി ചെയ്താൽ നിന്നെ ഇവിടെ റിസപ്ഷനിസ്റ്റായിട്ട് എടുക്കുന്നതിൽ എനിക്ക് ഒരു സമ്മതക്കുറവുമില്ല. മര്യാദയ്ക്ക് നിന്നോണം എന്ന് പറയാം. അപ്പോൾ അതും കേട്ടോണ്ട് നിവിൻ അങ്ങോട്ട് വരുമ്പോൾ പറയും, മര്യാദയ്ക്ക് നിന്നില്ലെങ്കിലേ നിൻ്റെ വീട്ടിലും രാത്രി കണ്ട ആണുങ്ങളൊക്കെ നിരങ്ങും എന്ന് പറയാണ്. നിൻ്റെ മാനത്തിനും വില പറയും. ഇതായിരിക്കും നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് കണ്ടറിഞ്ഞൊക്കെ ഇവിടെ നിന്നാൽ നിനക്ക് കൊള്ളാം. നിവിൻ, നീ എന്തൊക്കെയായി പറയുന്നേ? പെൺകുട്ടികളോട് ഇങ്ങനെയാണോ സംസാരിക്കണ്ടേ? എന്താമ്മേ, സത്യമല്ലേ ഞാൻ പറഞ്ഞത്? അമ്മയ്ക്ക് ആരുടെയും വൈരാഗ്യമോ ദേഷ്യമോ തോന്നിക്കഴിഞ്ഞാൽ അമ്മ ചെയ്യാൻ പോകുന്ന പ്രവൃത്തി ഞാൻ ഇപ്പോഴേ ഒന്ന് സൂചിപ്പിച്ചതേ ഉള്ളൂ. കാവേരിയുടെ കുടുംബത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു എന്ന് പറയാണ്. അവരുടെ കുടുംബത്തിൽ എന്ത് നടന്നെന്ന്? പെണ്ണുങ്ങളെ അഴിഞ്ഞാടി നടക്കുന്നതിന് നീ എൻ്റെ തലയിൽ കയറിയിട്ട് കാര്യമില്ല. ആരാ അഴിഞ്ഞാടിയെന്നൊക്കെ എനിക്ക് മനസ്സിലായി അമ്മേ. അമ്മ എങ്ങനെയാ അമ്മ ഇത്രയ്ക്ക് അധപ്പതിച്ച് പോയത്? മദ്യപാനികളായിട്ടുള്ള ആൾക്കാരാന്ന് കണ്ടിട്ടല്ലേ അമ്മ ആ ചെറുക്കന്മാർക്ക് ഇവിടെ റൂം കൊടുക്കാതിരുന്നത്? അതിവിടെ റൂം ഒഴിവില്ലാത്തത് കൊണ്ടാ എന്ന് പറയാം. എന്നിട്ട് അവരെ എന്തിനാ അങ്ങോട്ട് തന്നെ പറഞ്ഞയച്ചത്? അവക്കള്ളായിരുന്നോ എന്നെക്കാളും മുന്നിൽ വളർന്ന് വലിയ റിസോർട്ട് തുടങ്ങുമെന്നൊക്കെ വെല്ലുവിളിച്ചത്? വളരുന്നതൊന്ന് കാണട്ടെ, അതിനൊരു അവസരം ഞാൻ കൊടുത്തതാ. ആ 3-4 പെൺകുട്ടികൾ കഷ്ടപ്പെട്ട് ജീവിച്ചു പോവല്ലേ, അതുകൊണ്ട് അവർക്കൊരു ഗസ്റ്റിനെ കിട്ടിക്കഴിഞ്ഞാൽ അത്രയായല്ലോ എന്ന് ഞാൻ കരുതി. ഓ, അമ്മയുടെ വിശാല മനസ്കത. ഇത്രയ്ക്കും പുണ്യപ്രവൃത്തിയൊന്നും അമ്മ ചെയ്യില്ല കേട്ടോ.
കാവേരിയുടെ ചേച്ചിയെ അവന്മാർ ഉപദ്രവിക്കാൻ ശ്രമിച്ചു, കടത്തിക്കൊണ്ട് പോകാൻ നോക്കി. വിനീത് തക്ക സമയത്ത് ചെന്നതുകൊണ്ട് അവരെ രക്ഷപ്പെടുത്തി. ഇത്രയ്ക്കൊക്കെ നീചപ്രവൃത്തി ചെയ്യാൻ അമ്മയ്ക്ക് എങ്ങനെ തോന്നി? അമ്മ ഇത്രത്തോളം അധപ്പതിച്ചോ? എൻ്റെ അമ്മയെ പറ്റി പറയുമ്പം എനിക്ക് എപ്പോഴും അഭിമാനമായിരുന്നു. ഞാൻ എന്ത് വില കൊടുത്തും അവളെ കല്യാണം കഴിക്കുമെന്നൊരു വാക്ക് പറഞ്ഞതിനാണോ അവളോട് ഇത്രയും വലിയ വൈരാഗ്യം അമ്മ കാണിച്ചത്? എനിക്ക് അവളെ ഇഷ്ടമാണെന്നുള്ള കാര്യം അവൾക്ക് പോലും അറിയത്തില്ല. അമ്മയ്ക്ക് എങ്ങനെ തോന്നുന്നമ്മേ ഇത്രയ്ക്കും അധപ്പതിച്ചു പോകാനായിട്ട്? എൻ്റെ അമ്മയെപ്പറ്റി പറയുമ്പോൾ എനിക്ക് 100 നാവായിരുന്നു. ആ അമ്മയെപ്പറ്റി തന്നെ ഇങ്ങനെ തെറ്റായിട്ട് കേൾക്കേണ്ടി വന്നല്ലോ എന്നാണ് ഞാനിപ്പോൾ ഓർക്കുന്നത്. അവന്മാർക്കെതിരെ പരാതി കൊടുക്കാൻ വിനീതിന് വേണ്ട എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞപ്പോഴാണ് അമ്മയാ ഇതിൻ്റെ പിന്നിലെന്ന് ഞാൻ അറിയുന്നത്. അമ്മയ്ക്കിപ്പോൾ സമാധാനമായല്ലോ. അച്ഛനില്ലാത്ത പെൺകുട്ടികളാണ്, അവരെ ഇങ്ങനെ ദ്രോഹിച്ചതുകൊണ്ട് അമ്മയ്ക്ക് എന്താ കിട്ടാൻ പോകുന്നത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ. ദേ നിവി, നീ ആവശ്യമില്ലാതെ എന്നെ കുറ്റക്കാരിയാക്കാൻ നോക്കണ്ട. ഞാനൊരു തെറ്റും ചെയ്തില്ല. അവരൊക്കെ അത്രക്കാരാണെന്ന് ഞാൻ കരുതിയതുമില്ല. ഇനി അമ്മ ഒന്നും പറയണ്ട. ഇതിൻ്റെ പിന്നിൽ ആരൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ അവരെയൊക്കെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഞാൻ കാണും മുന്നിൽ. അമ്മ തെറ്റുകാരിയെങ്കിൽ അമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്താൽ ആദ്യം കൈയടിക്കുന്നത് ഈ നിവിനായിരിക്കും എന്ന് പറഞ്ഞിട്ട് നിവിൻ അടുന്ന് ഇറങ്ങി പോവാണ് കേട്ടോ. അപ്പം നിവിൻ പറഞ്ഞ വാക്കുകളൊക്കെ കേൾക്കുന്ന രാജേശ്വരിക്ക് ഭയങ്കരമായിട്ടുള്ള സങ്കടവും കുറ്റബോധവും എല്ലാം കൂടി തോന്നുവാണേ. ഇതേ സമയം സുജാതയും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. അപ്പം സുജാത വിനീതിനോട് ഇതിനെപ്പറ്റി സംസാരിക്കാതെ അവിടെ നിന്ന് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. സമയം യമുന കോളേജിലേക്ക് വരുമ്പം യമുനയും കാത്ത് വിശാൽ നിൽപ്പുണ്ട്. അപ്പം ഒരു പോസ്റ്റർ ചെറുതായിട്ട് ഒട്ടിച്ചിരിക്കുന്നതാണ് കേട്ടോ. പെൺകുട്ടികളുടെ അഴിഞ്ഞാറ്റം ഹോം സ്റ്റേ എന്ന പേരിൽ എന്നൊക്കെയാണ് അതിൻ്റെ തലക്കെട്ട്. ഇത് കണ്ടോ എന്ന് ചോദിച്ച് അത് യമുനയെ കാണിക്കുക. യമുനയുടെ വീട്ടിൽ ഇത്രയും കാര്യങ്ങളൊക്കെ നടന്നിട്ട് എന്നോടൊരു വാക്ക് പറയാൻ തോന്നിയില്ലല്ലോ. ഇവിടെയെല്ലാം ഇത് ഒട്ടിക്കാൻ ശ്രമിക്കുമായിരുന്നു ഈ കോളേജിലെ പയ്യന്മാർ. ഞാൻ ആ പോസ്റ്ററുകളെല്ലാം അവരെ കൊണ്ട് ഒട്ടിപ്പിക്കാതെ എല്ലാം പിടിച്ചു വാങ്ങിയത്. എനിക്കറിയാം നിങ്ങൾ ഇങ്ങനെ ഒന്നും ചെയ്യത്തില്ലെന്ന്. ഇത്രയും കാര്യങ്ങളൊക്കെ നടന്നിട്ട് എന്നെ എന്താ അറിയിക്കാതിരുന്നതെന്ന് ചോദിക്കുക. അത് പിന്നെ വിശാലെ, എന്തൊക്കെയാണ് നിങ്ങൾ ഈ ചെയ്തു കൂട്ടുന്നത്? നിങ്ങൾ 3-4 പെൺകുട്ടികൾ മാത്രമുള്ള വീടാ. ഹോം സ്റ്റേ തുടങ്ങുന്നതൊന്നും തെറ്റല്ല. പക്ഷേ അവിടെ ആൾക്കാരെ ഗസ്റ്റുകളായിട്ട് എടുക്കുമ്പം കണ്ടറിഞ്ഞ് വേണ്ടേ ചെയ്യാനായിട്ട്? ഇതിപ്പം ആകെ നാറ്റക്കേസ് ആയില്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. പക്ഷേ കോളേജിൽ ഇത് ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എല്ലാവരെയും അറിയിക്കുന്നതും പോസ്റ്റർ ഒട്ടിക്കാൻ മുന്നിൽ നിൽക്കുന്നതും ഒക്കെ വിശാൽ തന്നെയാണ്. പക്ഷെ നമ്മുടെ യമുന ഇതൊന്നും തിരിച്ചറിയുന്നില്ല. അത് പിന്നെ ആരും വിശാലിനോട് പറയണ്ടെന്ന് പറഞ്ഞിട്ടാ. ആര് പറഞ്ഞു? കാവേരി ചേച്ചി. ഇത് വിശാൽ അറിഞ്ഞ ഉറപ്പായിട്ടും ജയബാലങ്കൾ അറിയുമല്ലോ. ജയബാലങ്കൾ പിന്നെ വീട്ടിൽ വന്ന് ഇതിനെപ്പറ്റി ചോദിക്കും. അതുകൊണ്ട് അറിയിക്കാതിരുന്നത്. ഇതൊക്കെ ഞങ്ങളെ അറിയിക്കാതിരുന്നിട്ട് ഇപ്പം ഞങ്ങൾ അറിയാതിരുന്നല്ലോ അല്ലേ? ഇപ്പം നാട്ടുകാർ മുഴുവനും അറിഞ്ഞു. നിങ്ങളെപ്പറ്റി എന്തൊക്കെ മോശമായിട്ടാണ് എല്ലാവരും പറയുന്നതെന്നറിയാവോ? നിങ്ങളുടെ ഹോം സ്റ്റേയിൽ പെൺകുട്ടികളുടെ അഴിഞ്ഞാട്ടമാണെന്നാണ് പറയുന്നത്. അച്ഛൻ മരിച്ചതോടുകൂടി നിങ്ങളവിടെ പലതും നടത്തുന്നുണ്ടെന്നാണ് ഇവിടെയുള്ള ആൾക്കാരുടെയൊക്കെ വിചാരം. പിന്നെ ഞാനും അച്ഛനും കുറേയൊക്കെ പറഞ്ഞ് തിരിച്ചിരിക്കുന്നത് എന്ന് പറയൂ കേട്ടോ. പക്ഷേ യഥാർത്ഥത്തിൽ ആരും ഒന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു. എല്ലാവരെയും അറിയിക്കുന്നതും ഇവർക്കൊരു പേരുദോഷം ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കുന്നതും എല്ലാം ജയബാലും വിശാലും തന്നെയാണ്. പക്ഷേ യമുന ഇതൊന്നും അറിയുന്നില്ല. അത് പിന്നെ വിശാലെ, ഒരബദ്ധം, ഇനി എന്തുണ്ടായാലും ഞാൻ നിന്നോട് ഉറപ്പായിട്ടും പറയാം. ദേ യമുനെ, നമ്മുടെ ഒരു ബന്ധത്തിലും ഇതൊക്കെ കാരണം വിള്ളൽ വീഴ്ത്താൻ കാരണമാകരുത്. ദേ, ഇനി എന്ത് നടന്നാലും നീ എന്നോട് പറയണം. ഞാൻ നിന്റെ ഭാവി വരണ ആ ഓർമ്മ നിനക്കില്ലെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. എന്താ വിശാലെ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? നിന്നെ ഞാൻ സ്നേഹിക്കുന്നത് ആത്മാർത്ഥമായിട്ട് തന്നെയാണ്. നിനക്കറിയാവുന്നതല്ലേ ഞങ്ങളുടെ ഹോം സ്റ്റേയിൽ യഥാർത്ഥത്തിൽ എന്താ ഉണ്ടായതെന്ന്? ഗംഗേച്ചിയെ അവർ തട്ടിക്കൊണ്ടു പോകാൻ നോക്കി. വിനീതേട്ടൻ തക്ക സമയത്ത് വന്നതുകൊണ്ടാണ് രക്ഷപ്പെട്ടത് എന്ന് പറയാം. വിനീതിനെ നീ വിളിച്ചല്ലേ? ഇങ്ങനെയൊക്കെ സംഭവിച്ചപ്പം എൻ്റെ അച്ഛന് വേണ്ടി അറിയിക്കാൻ അരവിന്ദൻ അങ്കിൾ ഉണ്ടായിരുന്നപ്പം എല്ലാ കാര്യത്തിനും ഓടി വന്നുകൊണ്ടിരുന്നതും അവിടെ ഒരു സഹായത്തിന് എല്ലാം ചെയ്തു തന്നിരുന്നതും ഞങ്ങളുടെ അച്ഛനല്ലേ? എന്നിട്ടിപ്പം കാര്യം കഴിഞ്ഞപ്പം അച്ഛന് യാതൊരു വിലയും കൊടുക്കാത്ത ഈ പരിപാടി ഉണ്ടല്ലോ, അതെനിക്ക് തീരെ പിടിക്കുന്നില്ല കേട്ടോ എന്ന് യമുനയോട് വിശാൽ പറയാണ് കേട്ടോ. അപ്പോൾ വിശാലിൻ്റെ വാക്കുകളിലെല്ലാം യമുന വീണ്ടും വിശാലിനെയും ജയബാലിനെയും ഒക്കെ വളരെയധികം വിശ്വസിക്കുകയാണ്. ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് വഴി തന്നെ അറിയിക്കാനും മറക്കരുത്.